ലീഡേഴ്സ് മോർണിംഗിൽ ഇന്ന് അതിഥി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മിനിസ്റ്റർ കെ രാജനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. മിനിസ്റ്റർ ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. സേതു നമസ്കാരം. മിനിസ്റ്റർ, മഴയാണ്, എല്ലായിടത്തും മഴ, ഈ അലേർട്ടുകളും ഉണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഇന്നലെയൊക്കെ മഴക്കെടുതികളിൽ മരണമടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്നു, വൈദ്യുത കമ്പികൾ പൊട്ടി വീഴുന്നു, വീടുകൾക്ക് നാശനഷ്ടം വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു മഴ അന്തരീക്ഷമാണ്, മഴക്കെടുതികളാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്താം മിനിസ്റ്റർ? സേതു, യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിലുൾപ്പെടെ രൂപീകരിക്കപ്പെട്ട അതിതീവ്രമായിട്ടുള്ള മഴ എന്ന് വേണമെങ്കിൽ വിളിക്കപ്പെടാവുന്ന മഴ സാഹചര്യം യഥാർത്ഥത്തിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിട്ടുള്ള ഒരു ന്യൂനമർദ്ദം ഇന്ത്യയുടെ കരതൊട്ട് മധ്യ സംസ്ഥാനങ്ങളിലൂടെ പടിഞ്ഞാറൻ ദിശയിലേക്ക് മാറി. രണ്ടാമത്തെ പ്രശ്നം, ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി രൂപീകരിക്കപ്പെട്ടു. ഈ 2 പ്രശ്നങ്ങളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികളും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്തിൽ തന്നെ ചെയ്തു നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ അളവിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പ്രശ്നങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക. ഒന്ന്, സോയിൽ സാങ്ചറേറ്റഡായി മണ്ണ് കുത്തിയൊലിച്ചാൽ പിന്നെ വലിയ വടവൃക്ഷങ്ങളുടെ പോലും വേരുകളില്ലാതാകുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതിനോടൊപ്പം 70 മുതൽ 85 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയതായി കൊച്ചിയിലെ റഡാർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഈ 2 പ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലിയ പ്രതിസന്ധിയിലായിരുന്നു നമ്മളെല്ലാവരും. എന്നാൽ ഭാഗ്യവശാൽ വലിയ അപകടങ്ങൾ മൂന്നാറിലുണ്ടായ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഇന്നലത്തെ ഒരു ആൾനാശം ഒഴിച്ചാൽ വളരെ ഭീകരമായിട്ടുള്ള ആൾനാശത്തിലേക്ക്, മനുഷ്യനാശത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് നമുക്ക് സമാധാനിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും നമുക്കൊരു ഓറഞ്ച്, റെഡ് അലേർട്ടിനൊക്കെ സമാനമായിട്ട് മഴ പെയ്യാണ്. ഇന്നിപ്പോൾ രാവിലെ കൊച്ചിയിൽ കുറച്ച് മഴ മാറി നിൽപ്പുണ്ട്. പക്ഷേ ഇന്നലത്തെ സാഹചര്യം ഇതായിരുന്നില്ല. രാവിലെ മുതൽ ഇങ്ങനെ ഇടവിട്ട് അതും ശക്തമായ മഴ പെയ്യുന്നു. കണ്ണൂരും കോഴിക്കോട്ടും അതേപോലെ വയനാട്ടിലൊക്കെ പോയാൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. തൃശ്ശൂർ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഇന്നലെയും രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഈ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് മഴ പെയ്യുകയും മഴക്കെടുതികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനിസ്റ്റർ, നമുക്കൊരു ഈ കൺട്രോൾ റൂമൊക്കെ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എവിടെയെങ്കിലുമൊക്കെ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ 3 ദിവസമായിട്ടുണ്ടായിട്ടുള്ള ന്യൂനമർദ്ദത്തിൻ്റെ ശക്തി യഥാർത്ഥത്തിൽ ഇന്ന് രാത്രിയോടുകൂടി കുറയും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഒരു പ്രവചനം. യെല്ലോ അലർട്ടാണ് കേരളത്തിൽ 9 ജില്ലകളിലെങ്കിലും ഓറഞ്ച് അലർട്ടിന് തുല്യമായിട്ടുള്ള ജാഗ്രത തന്നെ കാണിക്കണം എന്ന് ജില്ലാ കളക്ടർമാരോടും ബന്ധപ്പെട്ട റവന്യൂ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരോടും നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് ഒരാഴ്ച കാലത്തേക്ക് ജൂലൈ 7 വരെ ഏറിക്കുറഞ്ഞ് മഴയുണ്ടാകുമെങ്കിലും തുടർച്ചയായിട്ട് ഈ വിധത്തിൽ പെയ്യുന്ന മഴയുണ്ടാകില്ല. എല്ലായിടത്തിലും കൺട്രോൾ റൂം റെഡിയാണ്. ജില്ലാ കേന്ദ്രത്തിലെ DOCയും താലൂക്ക് കേന്ദ്രങ്ങളിലെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലുള്ള താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററും 24 മണിക്കൂറും പ്രവർത്തനക്ഷമമാണ്. ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടായാൽ 1070 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ജില്ലാ കേന്ദ്രത്തിലേക്കും 1077 എന്ന ടോൾ ഫ്രീ നമ്പറിൽ സമീപത്തുള്ള താലൂക്ക് കേന്ദ്രത്തിലേക്കും വിവരം ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ വളരെ സജ്ജമായ നമ്മുടെ കൺട്രോൾ റൂം സംവിധാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ 43 ക്യാമ്പുകളാണ് ഇന്നലെ രാത്രി വരെ ആരംഭിക്കേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ ഉള്ള കണക്ക്. പക്ഷേ 5000-ലേറെ ക്യാമ്പുകൾ ആവശ്യം വേണ്ടി വന്നാൽ പോലും തുറക്കാൻ കഴിയുന്ന തയ്യാറെടുപ്പുകൾ ഏപ്രിൽ മാസം മുതൽ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തവണത്തെ മഴയത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പേടിച്ച ദിവസം ഇന്നലെയാണ്. നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്തതുപോലെ ആറളത്ത്, മക്കിമലയിൽ, എറണാകുളത്തെ തന്നെ കോതമംഗലം പ്രദേശത്ത്, ഇടുക്കിയിലെ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് മൂന്നാറിൽ, ഈ സ്ഥലങ്ങളിലെല്ലാം ഇന്നലെ വലിയ വിധത്തിലുള്ള മണ്ണിടിച്ചിലിൻ്റെ സാധ്യത നേരത്തെ പ്രവചിക്കുകയും മലയോര യാത്ര ഒഴിവാക്കണം എന്ന് കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അവിടെയെല്ലാം മലയിടിച്ചിലുണ്ടായി. എന്നാൽ ഭീതികരമായ വിധത്തിലുള്ള ഒരു അപകടം ഉണ്ടായില്ല എന്നുള്ളത് കുറച്ച് ആശ്വാസകരമാണ്. വെള്ളം നല്ലപോലെ ഉണ്ടായി, മലവെള്ളപ്പാച്ചിലുണ്ടായി,
മക്കിമലയിലും ആറളത്തും ഉരുള് പൊട്ടിയതാണോ എന്ന സംശയം ഇപ്പോഴും പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായി. പക്ഷേ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നാട്ടുവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ള ചെളിയിലൂടെ വെള്ളം സഞ്ചരിച്ചതിൻ്റെ ഭാഗമായി കലങ്ങിയ വെള്ളം വരുന്നതായിരിക്കും എന്നാണ്. ഇതുവരെയും ഉരുൾപൊട്ടലിൻ്റെ ഒരു സൂചനയും കേരളത്തിൽ ലഭ്യമായിട്ടില്ലെങ്കിലും നല്ല മഴ പെയ്തിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരങ്ങൾ കടപുഴകി വീഴുന്നതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് നമ്മൾ അറിയിച്ചിരുന്നു. ഇനി അതിന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെയോ റവന്യൂ വകുപ്പിൻ്റെയോ പ്രത്യേക അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട. പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ 238 പ്രകാരം അപകടകരമായ വിധത്തിൽ നിൽക്കുന്ന ഏത് മരമുണ്ടെങ്കിലും മുറിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ ചില്ല ഇറക്കാനോ മുറിക്കാനോ നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. നിയമം അതിന് എംപവർ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും സ്ഥലത്തെ വനം വകുപ്പിൻ്റെ പ്രതിനിധിയും കൂടിയിട്ടുള്ള ഒരു യോഗം ചേർന്നാൽ ഏതു മരമാണ് മുറിക്കേണ്ടതെങ്കിലും ആ മരം മുറിക്കാനുള്ള ഉത്തരവ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ കൊടുക്കാവുന്ന വിധത്തിൽ താഴത്തേക്ക് നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ സാമ്പത്തികമായ പ്രതിസന്ധി ഇല്ലാതിരിക്കാനും നല്ല ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. ഓക്കെ മിനിസ്റ്റർ, ഇപ്പോൾ കോഴിക്കോട് മിന്നൽ ചുഴലികളൊക്കെ ഇന്നലെ സംഭവിച്ചു. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ആറളത്ത് ഉരുൾപൊട്ടിയതായി സംശയം അവിടുത്തെ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നു, സ്ഥിരീകരണമില്ല. അതേപോലെ തന്നെ ഈ മക്കിമലയിൽ അവിടെ ഈ മലവെള്ളപ്പാച്ചിലുണ്ടായി, വെള്ളം കയറുന്നു വീടുകളിൽ. കുറച്ച് മുൻപ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് 2018 ശേഷം ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വെള്ളക്കയറ്റം, ഒരു വെള്ളപ്പൊക്കൽ ഉണ്ടായിട്ടില്ല എന്നാണ് അവരൊരു ആശങ്ക പ്രകടിപ്പിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ, അപ്പോൾ നമുക്ക് ഈ പ്രളയമൊക്കെ നമ്മൾ അതിജീവിച്ചതിന് ശേഷം 2-3 പ്രളയകാലങ്ങളൊക്കെ വന്നതിന് ശേഷം ചെറിയ മഴ പെയ്താൽ പോലും ഈ പലയിടങ്ങളിലും അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ ഈ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. നമ്മുടെ ഒരു കാലാവസ്ഥ മൊത്തത്തിൽ മാറിയതിൻ്റെയും കൂടിയൊക്കെ ഒരു പ്രതിഫലനമായിരിക്കും ഇതൊക്കെ അല്ലേ? കാലാവസ്ഥ പൊതുവിൽ മാറിയതിൻ്റെ അപകടകരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. 2018 ശേഷം കേരളത്തിൻ്റെ കാലാവസ്ഥയിലുണ്ടായ അതിഭീകരമായിട്ടുള്ള വ്യതിയാനം, അലർട്ടുകൾക്കപ്പുറത്ത് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന വിധത്തിലുള്ള പേടി നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഏജൻസികളുടെയും വിവരങ്ങളെ നമ്മൾ ലഭ്യമാക്കി താഴത്തോട്ട് വിടുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണയാണെങ്കിൽ കവചം രൂപീകരിച്ച ആദ്യത്തെ മഴക്കാലമാണ്. 100 കേന്ദ്രങ്ങളിൽ അപകടകരങ്ങളായിട്ടുള്ള എന്തെങ്കിലും വസ്തുതകളുണ്ടെങ്കിൽ സേറം കൊടുക്കാനും പ്രാദേശികമായിട്ട് ഈ അപകടങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനും അത് കവചത്തിൻ്റെ കീഴിലുള്ള 100 കണക്കിന് ആളുകൾക്ക് വാട്സപ്പ് മെസ്സേജ് മുഖാന്തരം മുന്നറിയിപ്പ് നൽകാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ നല്ല ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ മഴയുടെ വെള്ളം നല്ലതുപോലെ ഉണ്ടാകുന്നുണ്ട്. ആളുകളുടെ ഒരു പ്രശ്നം, ഒരു ചെറിയ വിഷയമുണ്ടായാലും വെള്ളം കൂടുതൽ കണ്ടാലും 2018-ലെയും 2019-ലെയും പ്രളയത്തിന് തുല്യമായ വിധത്തിലുള്ള പരിശോധനകളിലേക്ക്, താരതമ്യ പഠനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പ്രളയ സാധ്യത ഇപ്പോൾ എവിടെയും പ്രവചനം നൽകിയിട്ടില്ല. അങ്ങനെ ഒരു ഭീതി നമുക്കുണ്ടാകണ്ട. പക്ഷേ ആളുകൾ വളരെ അങ്ങ് പറഞ്ഞത് അത് ഭയങ്കര കറക്റ്റ് ആട്ടോ. കാരണം ഇപ്പൊ നമ്മൾ ഈ പ്രളയമൊക്കെ വന്നതിന് ശേഷം ചെറിയൊരു മഴ പെയ്താലും അല്ലെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം പൊങ്ങിയാലും ഒക്കെ ആളുകൾക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം ഈ 2-3 ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇതിനിപ്പോൾ എങ്ങോട്ടാ പോകുന്ന ഒരു അങ്കലാപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അവരോട് പ്രതികരണങ്ങൾ ചോദിക്കുമ്പോഴും ഒക്കെ ഈ നദികളിലേക്ക് ഒരു സാഹചര്യം എങ്ങനെയാണ് മിനിസ്റ്റർ? കാരണം ഇപ്പോൾ പെരിയാറടക്കം അപകടകരമായ അവസ്ഥയിലാണ്. നദികളുടെ കരകളിൽ താമസിക്കുന്നവർക്കൊക്കെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. പല ഡാമുകളുടെയും ഷട്ടറുകൾ കുറച്ചെങ്കിലും ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നദീതീരങ്ങളിലൊക്കെ അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു സമയമാണോ? അല്ല, എല്ലാ ഷട്ടറുകളിലും നേരത്തെ സേതു ശരിയായ വിധത്തിലൂടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കാത്തത്. ഓരോ ഡാമുകളുടെയും നമ്മൾ കഴിഞ്ഞ 2018 പ്രളയത്തിന് ശേഷം ഓറഞ്ച് ബുക്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ റൂൾ കർവ് എന്ന പുതിയ ആശയത്തിന് രൂപം നൽകിയിട്ടുണ്ട്. മാക്സിമം വാട്ടർ ലെവലിനേക്കാൾ വളരെ മുമ്പ് തന്നെ റൂൾ കർവ് കാണുകയും ആ റൂൾ കർവ് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഡാം തുറന്നുവിട്ട് ജലനിരപ്പിനെ ഏതാണ്ട് ആവറേജാക്കി ഒരു കാരണവശാലും മാക്സിമം വാട്ടർ ലെവലിലേക്ക് കൊണ്ടുപോകാതിരിക്കാവുന്ന ജാഗ്രത കാണിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള മുന്നറിയിപ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കാത്തു നിൽക്കേണ്ട ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ. രാത്രി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുക എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അതുകൊണ്ട് പകൽ സമയത്തു തന്നെ വെള്ളം മോഡറേറ്റ് ചെയ്ത് ആവശ്യമായ വിധത്തിൽ ജലനിരപ്പ് ക്രമീകരിച്ച്, എന്നാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതോടൊപ്പം തന്നെ വെള്ളം പോകുന്ന വഴികളെ പൂർണ്ണമായിട്ടും മുന്നറിയിപ്പ് കൊടുക്കണം. സാധാരണ നിലയിൽ ഒരു വേനൽക്കാലത്ത് ഒരു ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടാൽ ആ ഷട്ടറിലൂടെ വെള്ളം 1 കിലോമീറ്റർ ദൂരത്തേക്ക് എത്തേണ്ടതിൻ്റെ പകുതി നേരമേ ഇപ്പോൾ വേണ്ടി വരുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് പുഴയും
ഈ ഡാം തുറന്നിടുന്ന ജലവിധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നേരമായിരിക്കും. അതുകൊണ്ട് ഈ വെള്ളം കൂടി എക്സ്ട്രാ വരുമ്പോൾ സാധാരണ വേനൽക്കാലത്ത് വെള്ളം എത്തിച്ചേരാനുള്ള 1 കിലോമീറ്റർ ദൂരത്തിൻ്റെ സമയമായിരിക്കില്ല, അല്ലെങ്കിൽ 2 കിലോമീറ്ററിൻ്റെ സമയമായിരിക്കില്ല, 10 കിലോമീറ്ററിൻ്റെ സമയമായിരിക്കില്ല. ഈ വെള്ളം മഴ കുത്തിയൊലിക്കുന്ന സമയത്ത് ഷട്ടർ തുറന്നിട്ടാൽ പോകേണ്ടത്. അതുകൊണ്ടാണ് നദിക്കരയിലെയും പുഴയിലെയും ഒക്കെ ആളുകൾക്ക് പൂർണ്ണമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. എന്ന് മാത്രമല്ല സേതു, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദുരന്തഘട്ടത്തിലും ഉണ്ടാകുന്ന മരണത്തിൻ്റെ 90% മുങ്ങിമരണങ്ങളാണ്. ആളുകൾ വെള്ളം ഉയർന്നാലും ജലകേളികൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക. സ്കൂൾ മുടക്കായാൽ, സ്ഥാപനങ്ങൾ മുടക്കായാൽ, ഇന്ന് മഴ മൂലം പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ വീട്ടിലിരുന്ന് സുരക്ഷിതരാവുക എന്ന് പറയുന്നതിനേക്കാൾ എന്നാൽ പുഴയിലൊന്ന് പോയി നോക്കാം, അതൊന്ന് ക്രോസ് ചെയ്യാം, പിന്നെ ഓരോരുത്തരുടെയും കഴിവും ശക്തിയും കാണിക്കാൻ ഇത്ര കിലോമീറ്റർ വരെ നീന്തി കളയാം എന്നൊക്കെ ധരിക്കുന്നത് വളരെ അപകടകരമാണ്. ആളുകൾ ഒരു ധാരണയുമില്ലാതെ വെള്ളക്കെട്ടിൽ പോലും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്ന് കണ്ടുകൊണ്ടാണ് നേരത്തെ തന്നെ നല്ല ശക്തമായിട്ടുള്ള വാണിംഗ് ഈ കാര്യത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും അപകടമുണ്ട് എന്ന് കരുതണ്ട, അപകടമില്ലാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ ചാലക്കുടി പുഴയിലേക്ക് വെള്ളം വരുന്നതുമായി ബന്ധപ്പെട്ട് പെരിങ്ങൽകുത്തും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഡാമുകളിലും തമിഴ്നാട്ടിലുണ്ടാകുന്ന വെള്ളത്തെ കൂടി കണ്ടുവേണം കേരളത്തിൻ്റെ ജലനിരപ്പ് ക്രമീകരിക്കാൻ. ഇന്നലെ രണ്ടാമത്തെ സ്ലൂയിസ് 4 മണിക്ക് തന്നെ നമ്മൾ തുറന്നു. ഒരു അപകടം ഉണ്ടായിട്ടല്ല, ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ അവിടെ ജലനിരപ്പ് കൂടി അവിടുത്തെ ഷട്ടറുകളുടെ എല്ലാ സ്പിൽവേകളും ഒരേ സമയം തുറക്കാനിടയായാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ പെരിങ്ങൽകുത്തിലെ രണ്ടാമത്തെ സ്ലൂയിസും കേരള ബോർഡറിലുള്ള കേരളത്തിലെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ തുറന്നു വിടാൻ തീരുമാനിച്ചു. അപ്പോൾ ചാലക്കുടി പുഴയിൽ കുറച്ച് വെള്ളം വർദ്ധിക്കും, അത് വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കണം എന്ന ആളുകളോട് മുന്നറിയിപ്പ് നൽകും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രശ്നം, വെള്ളം കയറിയാൽ അപ്പോൾ അതിൻ്റെ പടമെടുത്ത് 2018 ചിത്രങ്ങളെ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്ത് ഓരോരുത്തരും അവരുടെ ലൈക്കും ഷെയറും വർദ്ധിപ്പിക്കാനുള്ള ഒരവസരമായിട്ട് മുഖപുസ്തകത്തെ, ഫേസ്ബുക്കിനെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിനെ, സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമവും നടത്തരുത് എന്നാണ് സർക്കാരിന് അഭ്യർത്ഥിക്കാനുള്ളത്. സർക്കാർ അഭ്യർത്ഥിക്കുകയായിരുന്നു ഇത്ര കാലം. പക്ഷേ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർമാർക്ക് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് കൊടുത്തിട്ടും തുടർച്ചയായിട്ട് ഇതുതന്നെ ആവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നിയമ നടപടികൾക്ക് വിധേയമാകണം. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഇപ്പോൾ സേതു നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചു. SCOC നൽകിയിട്ടുള്ള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ കൃത്യമായി അടുത്ത 3 മണിക്കൂർ കാലത്തെ കാലാവസ്ഥയെക്കുറിച്ച് നടത്തിയ പ്രവചനമാണ് ന്യൂസ് മലയാളം ഏറ്റവും ശ്രദ്ധയോടുകൂടി പറഞ്ഞത്. അങ്ങനെയാണ് മാധ്യമങ്ങൾ അത് പറയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. നൽകുന്ന വിവരങ്ങളും പിന്നെ നമ്മുടെ ലേഖകന്മാരും ആളുകളും നൽകുന്ന വിവരങ്ങളും കൂട്ടിയോജിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന മാതൃകാപരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം പോലെ തന്നെ സോഷ്യൽ മീഡിയ ഇന്ന് മാധ്യമങ്ങളെ പോലെ പ്രചരിപ്പിക്കുന്ന ഒരു ഇടമായതുകൊണ്ട് അതിൽ കാര്യങ്ങൾ പറയുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നിരുപദ്രവകരമാണെന്ന് തോന്നും, ആളുകളെ സഹായിക്കാൻ എന്ന പേരിൽ ആ കേട്ട വാർത്ത നമ്മളൊന്ന് ഷെയർ ചെയ്യും. പക്ഷേ അതിൻ്റെ ദുരന്തം നമ്മൾ ഉണ്ടാകേണ്ടത് ആളുകൾ അനാവശ്യമായ ആശങ്കാകുലരാകും, ചിലർ സ്ഥലം തന്നെ മാറിപ്പോകും, ബന്ധുവീടുകളിലേക്ക് പ്രയാണം നടത്തും, അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് ഇടവരുത്തും. അതുകൊണ്ട് അവരവരുടെ ഇടങ്ങളിൽ തന്നെ സുരക്ഷിതമായിരിക്കുക. സർക്കാർ കൃത്യമായ ശ്രദ്ധയുണ്ട് എല്ലാ ഘട്ടത്തിലും. ഇത്തവണ വർണബിൾ പ്ലേസ് മാത്രമല്ല, സാധാരണ അങ്ങനെയാണ് എടുക്കുന്നത്, വർണബിളായിട്ടുള്ള പ്രദേശങ്ങൾ. ഇത്തവണ വർണബിൾ പോപ്പുലേഷൻ കൂടി നമ്മൾ എടുത്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ശ്രദ്ധയോടെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ജനങ്ങളുടെ സഹകരണമുണ്ട്, അത് കുറച്ചുകൂടി നന്നാക്കണം. നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം. മാധ്യമങ്ങളിലൂടെ നൽകുന്ന അറിയിപ്പുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ആ വിധത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാകണം എന്നീ ഘട്ടത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുക. തീർച്ചയായും മിനിസ്റ്റർ, സമഗ്രമാണ്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ CPIയുടെ സമ്മേളനങ്ങളൊക്കെ നടന്നു വരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വനിതാ ജില്ലാ സെക്രട്ടറി പാർട്ടിക്കുണ്ടാകുന്നു. അതുപോലെ കോഴിക്കോടും എറണാകുളത്തും ഒക്കെ യുവമുഖങ്ങൾ നേതൃസ്ഥാനത്തേക്ക് വരികയാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പെടുത്തിരിക്കെ ഒരു സമൂലമായ മാറ്റത്തിന് ഒരുങ്ങുകയാണോ മിനിസ്റ്റർ CPI? അങ്ങനെ സമൂലമായ മാറ്റം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന പാർട്ടി സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ ശക്തിയോടെ പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ കൂടി വരുന്ന സമയത്ത് ഏറ്റവും ശക്തിയോടെ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ലക്ഷ്യം ഉണ്ടാകുന്നത്. ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും പിന്നെ സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യർക്കും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിയുടെ നേതൃത്വ നിരയിലേക്ക് വരാൻ ഒരു വിധത്തിലും തടസ്സം ഉണ്ടാകില്ല. അവരുടെ കഴിവും അംഗീകാരവും ആ വിധത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തും. CPI തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരിക്കുന്നവർക്ക്
65 വയസ്സ് എന്നൊരു പ്രായപരിധി, 75 വയസ്സ് വരെ പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും തുടരാനുള്ള അവകാശമുള്ളപ്പോൾ തന്നെ ജില്ലാ സെക്രട്ടറിമാരായിരിക്കുന്നവർ 65 വയസ്സിനകത്തുള്ളവരായിരിക്കണം പരമാവധി എന്നൊരു ഗൈഡ് ലൈനിലൂടെ പാർട്ടി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് വരാൻ അവസരം കൊടുക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. പാർട്ടി കമ്മിറ്റിയിൽ സ്ത്രീകൾക്ക് കൂടി പ്രാതിനിധ്യം ഉണ്ടാകണം. 50 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർക്ക് 30% അംഗത്വം ഉണ്ടാകണം. ഇതെല്ലാം പാർട്ടി ഗൈഡ് ലൈനിലൂടെ തീരുമാനിക്കുന്നത് നമ്മുടെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് പുതുമുഖങ്ങൾക്ക്, പുതിയ തലമുറയ്ക്ക് കുറെ കൂടി പാർട്ടിയുടെ നേതൃത്വ നിരയിലേക്ക് കയറി വരാൻ അവസരം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണ്. പക്ഷേ അവർ വരുന്നത് ഈ പാർട്ടിയിലെ പരിണതപ്രജ്ഞരായിട്ടുള്ള, ഞങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന, പ്രായമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഞങ്ങളെക്കാൾ ചെറുപ്പക്കാരെക്കാൾ കരുത്തോടെ ഇടപെടുന്ന നേതാക്കന്മാരുടെ പിന്തുണയോടെയും അവരുടെ അഭിപ്രായത്തോടെയും അവർ കൂടി അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയിൽ അവരുടെ അഭിപ്രായം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇടത് പാർട്ടികളുടെ മൊത്തത്തിലുള്ള ഒരു സവിശേഷത, ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത് തന്നെ സ്വയം വിമർശനങ്ങൾ വരികയും അത് സംസാരിച്ച് അതിന് ഈ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഏകീകരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ സമ്മേളനത്തിലൊക്കെ പക്ഷേ റവന്യൂ വകുപ്പിനൊഴികെ മറ്റ് വകുപ്പുകളെല്ലാം അതിരൂക്ഷമായി വിമർശനങ്ങളൊക്കെ നേരിട്ടു. മന്ത്രിമാരടക്കം വിമർശനങ്ങൾ നേരിട്ടു, പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി അടക്കം. വിമർശനങ്ങൾ ഈ ഒന്ന് മാധ്യമങ്ങൾക്ക് സൃഷ്ടിക്കാവുന്ന പുതിയ കഥകളും അതിനോട് ചേർന്ന വിഷയങ്ങളും ഉണ്ടാകും. ഇരുമ്പറയൊന്നുമില്ല. പക്ഷേ പാർട്ടി സമ്മേളനങ്ങൾ ശുദ്ധമായ മനസ്സോടെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വേദിയിൽ എത്തിച്ചേരുന്നവർ ഏതെങ്കിലും ഭയമില്ലാതെ നിർഭയരായി അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളതാണ്. ചിലപ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങൾ ശരിയാകും, ചിലപ്പോൾ തെറ്റാകും. തെറ്റായ അഭിപ്രായ പ്രകടനങ്ങളാണെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തും. ഞങ്ങൾ നേതൃത്വം ഏറ്റെടുക്കേണ്ട ശരിയായ അഭിപ്രായ പ്രകടനങ്ങൾ അവർ പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ അതിനെ സ്വീകരിക്കും. പിന്നെ തൃശ്ശൂർ സമ്മേളനത്തിൽ മാത്രമല്ല, കേരളത്തിലെ 9 സമ്മേളനങ്ങളിലും മാധ്യമങ്ങൾ പറഞ്ഞതൊന്നുമല്ല അതിനകത്ത് ചർച്ച ചെയ്തത് എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ടിനകത്തോ സമ്മേളനത്തിലോ ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ പോലും മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ വിധത്തിൽ ചർച്ചയുണ്ടായി എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. പാർട്ടി സമ്മേളനങ്ങൾ കൃത്യമാണ്. ഇത്രയേറെ ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലും സംഘടനാ വിഷയങ്ങളിലും ചർച്ച ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന മറ്റൊരു പാർട്ടിയില്ല. ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു, പബ്ലിക് ഡോക്യുമെൻ്റാണത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകങ്ങൾക്ക് ചർച്ച ചെയ്യാം എന്ന് മാത്രമല്ല, ചണ്ഡീഗറിലെ പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ പരസ്യമായി പ്രസിദ്ധീകരിച്ച് പൊതുസമൂഹത്തിൻ്റെ കൂടി അക്കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ട് ഞങ്ങൾ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നൊരു പാർട്ടിയാണ്. അതാണ് ഈ പാർട്ടിയുടെ ശൈലി. അപ്പം അതുകൊണ്ട് നിങ്ങൾ കരുതുന്നത് പോലെയുള്ള ഏതെങ്കിലും വിമർശനങ്ങളിൽ പേടിക്കുകയോ ബോധപൂർവമായ ഏതെങ്കിലും വിമർശനങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെ ഒരു ശീലം ഈ പാർട്ടിക്കില്ല. തുറന്ന മനസ്സോടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളും, ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തും. ഏറ്റവും ഐക്യത്തോടെ 9 സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ കേരളത്തിൽ പൂർത്തീകരിച്ചല്ലോ. ഒരിടത്ത് പോലും സമ്മേളനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നടന്നിട്ടില്ല. ഐക്യകണ്ഠമായിട്ടാണ് ഈ പറയുന്ന എല്ലാ ഘടകങ്ങളെയും, എല്ലാ ഭാരവാഹികളെയും, ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഇപ്പോൾ CC മുകുന്ദന്റെ വിഷയം, അദ്ദേഹത്തിന്റെ പ്രതിസന്ധിയിൽ, സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ റവന്യൂ വകുപ്പും അതേപോലെ മുഖ്യമന്ത്രിയും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്, പാർട്ടി സഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ MA യൂസഫ് അലി ഇടപെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിസന്ധിക്ക് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാകും തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം അദ്ദേഹം ഉയർത്തിയ സംഘടനാ പ്രശ്നങ്ങൾക്ക് കൂടി ഉടനൊരു പരിഹാരം ഉണ്ടാകുമോ മിനിസ്റ്ററെ? ഹലോ കേൾക്കാമോ മിനിസ്റ്റർ? കേൾക്കാമോ? ഹലോ, കേൾക്കുന്നില്ല മിനിസ്റ്റർ? കേൾക്കാമോ മിനിസ്റ്റർ? എന്നെ കേൾക്കാമോ? കേൾക്കാം. ഇപ്പൊ മുറിഞ്ഞാണ് കേൾക്കാം. ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കാമെങ്കിൽ എനിക്ക് കാര്യം മനസ്സിലാക്കാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചട്ടക്കൂടിനെ കുറിച്ച് പലപ്പോഴും മാധ്യമങ്ങൾ വേണ്ടത്ര അളവിലെ കാര്യങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. CC മുകുന്ദൻ ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങൾ ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാകും, ചില കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകും. എൻ്റെ പഞ്ചായത്ത് മെമ്പറായിരുന്നു മുകുന്ദേട്ടൻ, വാർഡിൽ എൻ്റെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ആ കാലം മുതൽ അറിയുന്നത് ഞങ്ങളൊക്കെ തമ്മിൽ കടുത്ത ആത്മബന്ധമുള്ളവരുമാണ്. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധി ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ അംഗമായ ഒരാൾക്കുണ്ടായ പ്രതിസന്ധി തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ വിധത്തിൽ തന്നെ ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും എല്ലാവരുടെ സഹായത്തോടു കൂടി ഈ പാർട്ടി എടുക്കും. അതിലൊരു പ്രയാസവുമില്ല. ഞാൻ മുകുന്ദേട്ടൻ ഇന്നലെ കണ്ടിരുന്നു, അദ്ദേഹവുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയിലും
ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗത്തിനുണ്ടാകുന്ന പ്രതിസന്ധി പോലെ. പക്ഷെ മൂന്നേട്ടൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും നേരത്തെ ആ വിധത്തിൽ അറിയിച്ചിട്ടില്ല. മൂന്നേട്ടൻ ഇപ്പോൾ ആ കാര്യങ്ങൾ അറിയിച്ചു. ആ കാര്യത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നിലപാട് തന്നെ പാർട്ടി എടുക്കും. പിന്നെ മൂന്നേട്ടൻ ഈ പാർട്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് മറ്റാരും തെറ്റിദ്ധരിക്കേണ്ട, മൂന്നേട്ടൻ വേറെ ഒരു വഴിക്കും പോകാൻ പോകുന്നില്ല. CC മൂന്നൻ MLA ജീവിതാവസാനം വരെ നല്ല കമ്മ്യൂണിസ്റ്റായിട്ട് ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടാകും, ഈ പാർട്ടിയുടെ നേതൃത്വ നിരയിലുണ്ടാകും. മൂന്നേട്ടനുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തുറന്ന ചർച്ചയിലൂടെ ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്യും. അതിലൊന്നും ഒരു പ്രയാസവും ഉണ്ടാകില്ല. മുകുന്ദേട്ടൻ ഏതെങ്കിലും വിധത്തിൽ CC മൂന്നൻ MLA ഏതെങ്കിലും വിധത്തിലുള്ള താല്പര്യങ്ങൾക്ക് വഴങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഏറ്റവും സാധാരണ നിലയിൽ നിന്ന് വന്ന് വളരെ ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധത്തോടെ ഇതിനകത്ത് നിൽക്കുന്ന ഒരാളാണ്. ഒന്നും പ്രത്യേകിച്ച് ലഭ്യമാകും എന്നാരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. CC മൂന്നൻ കൂടുതൽ കരുത്തോടെയും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഏറ്റെടുത്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ വളരെയധികം നന്ദി മിനിസ്റ്റർ, നമുക്കൊപ്പം ചേർന്നതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുവാണ്. തീർച്ചയായിട്ടും സേതു, സന്തോഷം. ഓക്കെ.